ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഇനായ ബേബിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തത് എന്നാട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ തന്നെ ഞാൻ ഇഫ്രമോക്കും പിന്നെ അലീസമോക്കും കൂടിയും ബ്രദറിൻ്റെ മോൾക്കും മൂന്നാൾക്കും ഒരേ മാറി ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ ഇനായൻ്റെ മാത്രമേ ഇതും ഫുൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാമല്ല, ഒക്കെ കംപ്ലീറ്റ് ആണ്. ഇനി സ്ലീവ്സിലും കൂടിയും കുറച്ച് ഇങ്ങനെ ഹാങ് ആവണം രൂപത്തിൽ ഞാൻ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഷോർട്സ് വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് തരണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ഇതാ 4 ഫോൾഡായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ച വീഡിയോയിൽ തന്നെ ഫ്രണ്ടിൽ കട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മുന്നോട്ട് ഇങ്ങനെ വെച്ചിട്ട് സാധാരണ നമ്മൾ ആ മടക്കിയ ഭാഗത്താണ് നെക്കും ഇപ്പുറത്താണ് സ്ലീവ്സ് വരുന്നത്. ഇതിപ്പോൾ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഭാഗത്ത് 4 ഫോൾഡ് വരുന്ന ഭാഗത്താണ് നമ്മൾ 1/2 ഇഞ്ച് ഈ ഓപ്പണുള്ള ഭാഗം കൂടിയും കുറച്ച് നീക്കി വെച്ചിട്ട് ഇവിടെ കേട്ടോ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ സാറ്റിൻ ആയതുകൊണ്ട് തെന്നിപ്പോവും, ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ 4.5 എടുത്തിട്ടുണ്ട്. പിന്നെ അത് ആം ഹോളും ഒന്ന് 4.5 എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിട്ട് വന്നിട്ടൊരു 6.5 ഒരു 6.5 കൂടി 6.5 എടുക്കുന്നുണ്ട്. സീമൽസും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ സാധാരണ എടുക്കൽ വെച്ചാൽ ബേബീൻ്റെ അളവോ അല്ലെങ്കിൽ വലിയവർക്ക് ചെയ്യുകയാണെങ്കിൽ ആ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റ് ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹിപ്പ് ലെങ്ത്തും കേട്ടോ. ഹിപ്പ് ലെങ്ത്ത് അവിടെ 6.5 ആയിട്ട് എടുക്കുന്നത്. വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഈസി ആട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഹാൻഡ് വർക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് വർക്കായിട്ട് തോന്നുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ വളരെ ഈസിയാണ്, കട്ടിങ്ങും ഈസി ആട്ടോ. പിന്നെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തു. വിട്ട് ഞാൻ വന്നിട്ട് ഒരു 9 എടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വീതിയിൽ എടുക്കുന്നില്ല ഞാൻ. ബാക്കിലൊരു കട്ടായിട്ട് കൊടുക്കാനാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിൽ കട്ട് വരുമ്പോൾ നടക്കാനൊന്നും ബുദ്ധിമുട്ട് വരില്ല. വിട്ട് ഞാൻ കുറവായിട്ടെടുത്ത് അത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നീ ലെങ്ത്തോ മുട്ട് വരെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനത് കുറച്ച് ഫുൾ ലോങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ നെക്കിൻ്റെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ. ഫസ്റ്റത്തെ മുന്നത്തെ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവിടെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിക്കുക കേട്ടോ. അപ്പോൾ ആ നെക്ക് രണ്ട് മാർക്ക് വിഡ്ത്ത് 2ഉം പിന്നെ ഒരു 1.5 ലെങ്ത്തും വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അത് നെറ്റിൻ്റെ മേലെ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രമോള ഡ്രസ്സ് അടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത് ഹാൻഡ് വർക്ക് എന്ന്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് ഒന്നും കൂടി നന്നാക്കി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കേട്ടോ. അപ്പോൾ സ്പൈഡർ വെബ് ആട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഫ്ലവേഴ്സ് മാതിരി ഇൻഷാ അല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ നമുക്ക് ഒന്നും കൂടി ഈസി ആകുക. എന്താ ഞാൻ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വർക്ക് ചെയ്തെടുത്തു. ഈ വർക്ക് ചെയ്യാൻ നമ്മൾ എല്ലാ പണിയും ചെയ്തിട്ട് നമ്മൾ കുറച്ചല്ലേ ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ടിങ്ങും അല്ലേ, അത്ര ഒന്നും അറിയില്ലല്ലോ. ഇതാണ് ഫസ്റ്റിൻ്റെ കുറച്ചൊരു ഹെവി എന്ന് പറയാൻ ഞാൻ ഇതാട്ടോ ഫസ്റ്റായിട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല സമയം പിടിച്ചിട്ടോ. 3 ദിവസം എടുത്തിക്കണം എനിക്ക് ഈ ഇത്ര ഭാഗം ഒന്ന് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ അതിനായിട്ട് മെനക്കിടുന്നില്ല, കുറച്ച് കിട്ടുന്ന സമയത്തിൽ നമ്മൾ ചെയ്യുന്നതല്ലേ ഈ വർക്കൊക്കെ. അപ്പോൾ എനിക്ക് 3 ദിവസം എടുത്തിട്ടോ ആ കുറച്ച് വർക്ക് ചെയ്യാൻ. അപ്പോൾ അതാ അത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെല്ലെ വർക്ക് ഉള്ളിടത്ത് വരുമ്പോൾ ഒന്ന് നമ്മളെ ഫോട്ടോ ഒന്ന് മെല്ലെ ഇങ്ങനെ കാലും കൊണ്ടൊന്ന് പൊന്തിച്ചു കൊടുത്താൽ നമ്മൾ, അല്ലെങ്കിൽ മേലെ ഭാഗത്താണ് ഫോട്ടോ പൊന്തിക്കാനെന്നുണ്ടെങ്കിൽ അവിടുന്ന്, അല്ലെങ്കിൽ താഴെ ഭാഗത്താണെങ്കിൽ താഴെ ഭാഗത്തൊന്ന് ഫോട്ടോ പൊന്തിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്
സൂചി പൊട്ടൂല കേട്ടോ. അപ്പോൾ ആ ഉള്ളിലേക്ക് ആ ലൈനിങ്ങിൻ്റെ ആ മടക്ക് താഴേക്ക് വരുന്ന മാതിരി ഒന്ന് പിടിച്ച് വെച്ചിട്ടൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ സ്റ്റിച്ച് ഇങ്ങനെ മേലെ ഇങ്ങനെ ആയിട്ട് കാണും. അതൊന്ന് താഴേക്കാക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടോ. ട്രാൻസ്പെറൻറ്റ് ഭാഗമൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലായിട്ട് എനിക്ക് ഞാൻ ചെയ്തതുകൊണ്ടാണോ എനിക്കറിയില്ല, നല്ല ചെയ്യുന്നവർക്കൊക്കെ നല്ല അറിയാം കേട്ടോ. പക്ഷേ ഇതെനിക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് ആ കുട്ടി ഹാൻഡ് വർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇനി 3 ആൾക്കും കൂടി, ഒരാളത് കഴിഞ്ഞു, ഇനി 2 ആൾക്കും കൂടി ചെയ്യുമ്പോഴത്തേനും നല്ല ടൈം പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്ക് ഭാഗത്ത് ഞാൻ നെക്ക് കട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ ബാക്കിൽ 2 ഇഞ്ച് വീതിയും ഒരു 2.5 ഇഞ്ച് ലെങ്ത്തിലും ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻവിസിബിൾ സിബ് കാണിച്ചതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എത്ര വേണ്ടിച്ചാൽ ഒന്ന് സ്റ്റിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ലൂസ് സ്റ്റിച്ച് ഇടുക, പിന്നെ ഒന്ന് വെച്ചിട്ട് ഉൾട്ട വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഫ്ലവേഴ്സിൻ്റെ ആഡ് ആക്കിയിട്ടില്ല. ഷള്ളേന് പറ്റുകയാണെങ്കിൽ ആ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ ആ ഹാൻഡ് വർക്ക് ചെയ്ത വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിപ്പ് ഒന്ന് അടിച്ചെടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് ഇട്ട ആ സ്റ്റിച്ചിൽ ലൂസായിട്ടുള്ള സ്റ്റിച്ചൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് ആ സിബിൻ്റെ താഴെയുള്ള ഭാഗത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഒപ്പം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റിൽ കുറച്ച് വിടുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ബാക്കിൽ കുറച്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സിബിൻ്റെ കൂടി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഷോൾഡർ രണ്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പറഞ്ഞല്ലോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഭയങ്കര ഈസി ആട്ടോ. അത് കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി എന്നുള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാട്ടോ അത്. ഇനി ഇത് നമുക്ക് ഒന്ന് ക്രോസ് പീസ് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് ഇങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ സെപ്പറേറ്റ് ബാക്കത്തെ ഭാഗവും മുന്നത്തെ ഭാഗവും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഞാനിങ്ങനെയാണ് ക്രോസ് പീസ് അടിക്കൽ. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ആ ഓപ്പണിലെ ഭാഗം നമ്മൾ സ്റ്റിച്ച് വരുന്നിടത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തടിക്കുമ്പോൾ നല്ല എങ്ങനെ ക്രോസ് പീസ് വെക്കാൻ അറിയാത്തവർക്കും നല്ല ഈസി ആയിട്ട് വെക്കാൻ പറ്റിയൊരു മെത്തേഡ് കേട്ടോ അത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കേട്ടോ. ഈ കളറ് നല്ല റെഡായിട്ടല്ല കാണുന്നത് വീഡിയോയിൽ, പക്ഷെ നല്ലൊരു കളറാട്ടോ അത്. അപ്പോൾ ഇതാ ഒന്നിങ്ങനെ പിടിച്ചിട്ട് നീറ്റായിട്ടൊന്ന് മറിച്ചിട്ട് ഒന്നിങ്ങനെ പതിച്ചടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഉള്ളിലേക്ക്. മടക്കി ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതാ വർക്കുള്ള ഭാഗം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ഞാൻ ഫോട്ടോ ഒന്നിങ്ങനെ പൊന്തിച്ചിട്ടാട്ടോ, ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് പൊന്തിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ സൂചി ഇങ്ങനെ പൊട്ടി പോവില്ല. അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ റിമൂവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ.
ഫൂട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പീക്കോ ചെയ്യുന്ന നൂല് വെച്ചിട്ട് മേലെ സ്റ്റിച്ച് ചെയ്താൽ എന്താ നല്ല വർക്കുള്ള മെറ്റീരിയൽസൊക്കെ വരികയാണെങ്കിൽ ഫൂട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് മേലെ പീക്കോ ചെയ്യുന്ന ത്രെഡ് വരില്ല, ഈ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ മാതിരിയുള്ള ത്രെഡ് വരും, അത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് നൂല് പൊട്ടൂല കേട്ടോ. സോറി, നൂലല്ല കേട്ടോ, സൂചി പൊട്ടിപ്പോവില്ല കേട്ടോ. ഈ വർക്ക് ഉള്ളതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സൂചി പൊട്ടണ പ്രശ്നം വരും. അപ്പോൾ ഇതാ നെക്ക് റൗണ്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ സിപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ലീവ്സും ഒന്ന് ഇതേമാതിരി ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ മടക്കിയിട്ട് ഓപ്പൺ ഉള്ള ഭാഗം അപ്പുറത്തേക്കായിട്ട് കേട്ടോ. തിരിച്ചടിക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് വരും. ഇതാ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. മറിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വർക്കുള്ള ഭാഗം വരുമ്പോൾ ഒന്ന് പൊന്തിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് തന്നെ നമ്മളെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതേമാതിരി തന്നെ അപ്പുറം സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പാക്കാം. താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലോക്ക് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഈ ഡ്രസ്സിന് ഓവർലോക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏതാ മെഷീൻ യൂസ് ചെയ്യണത് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അടിഭാഗത്ത് പീക്കോ ചെയ്യുന്നുണ്ട്. സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഒന്ന് ഓവർലോക്ക് ചെയ്താലുള്ള നമുക്ക് കൂടുതൽ ദിവസം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല സാറ്റിനാണ്, നല്ല തിക്കുള്ള സാറ്റിനാണ്. എന്നാലും ഇങ്ങനെ നൂല് സൈഡൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും കേട്ടോ. ഇനി ആ താഴെ വെച്ചിട്ടുള്ള കട്ടൊന്ന് നമുക്ക് ഈ ഡ്രസ്സിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യണ മാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എൻഡിക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതൊക്കെ അറിയുന്നത് കാരണം നമ്മൾ നോർമൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ്സ് സ്റ്റിച്ച് ചെയ്യൂലേ, സെയിം അതേ മെത്തേഡിൽ തന്നെ ആ ബാക്കിലത്തെ കട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതോ ഇതിൻ്റെ ഓവർലോക്കും ഇതും ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഞങ്ങളെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ഹാൻഡ് വർക്കും ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫ്ലവർ വെച്ചിട്ട്. ഇത് ഞാൻ അലീസ ബേബിൻ്റെ ബർത്ത്ഡേൻ്റെ ഫ്രോക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ സ്റ്റിച്ച് ചെയ്തിരുന്നത്, അത് കുറച്ച് നേരം ഇട്ട് കൊടുത്തതാട്ടോ. എനിക്ക് കാണിക്കാനൊരു വീഡിയോ നോക്ക് മോക്ക് ഇനി കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. ഇതിന് സ്ലീവ്സിൽ കുറച്ചൊരു ഇത് ചെയ്യാണ്ട് ഇൻഷാല്ലാ നെക്സ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെയും പിന്നെ ഇതിൻ്റെയും ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും പിന്നെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാം കേട്ടോ. ഇതേമാതിരി തന്നെ 3 ആൾക്കും അടിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഫാമിലിയിൽ ഒരു മാരേജ് ഉണ്ട് കേട്ടോ, അതിനാണ് ഇത് ഞാൻ വിചാരിച്ചിട്ട് അടിച്ചത്. ഞാൻ ഓരോന്നും നമ്മൾ പെട്ടെന്ന് വിചാരിച്ചാൽ നടക്കണതല്ലല്ലോ ഇതൊക്കെ, ആദ്യമേ ചെയ്ത് വെക്കണോണ്ട് ഞാൻ ഫസ്റ്റ് ഈ നായ ബേബിക്ക് ചെയ്തതാട്ടോ. ഇനി 2 ആൾക്കും കൂടി അടിക്കാണ്ട് ഞാൻ 3 ആളും ഇട്ടിട്ടില്ല. ഷോർട്സ് ആയിട്ട് ഞാൻ ഇൻഷാല്ലാ ഇടണ്ട് കേട്ടോ.
ബ്രദർ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കുക കേട്ടോ. പഴയ സിനിമ നടി ഉമ്മാൻ്റെ മാതിരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.